ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം താഴത്ത് ഞങ്ങളോട് മീന പറഞ്ഞു ഇവിടെ കയറി ഇരുന്നോളൂ, നല്ല മഴ വരുന്നുണ്ട്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര മഴ വരുന്ന ക്ലൈമറ്റാണ്. ഇപ്പം ആന്ധ്രയിൽ വൈകുന്നേരം ആയ നല്ല മഴയാണ്, നല്ല സുഖമാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ മാഹി മീനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട്. പപ്പൂട്ടൻ വന്ന് കുളിച്ച് റെഡിയായി, കമ്പനിയിൽ നിന്ന് വേഗം വന്നു കുളിച്ചു റെഡിയായി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോകുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിന്, സ്കൂളൊക്കെ തുറക്കുകയായല്ലോ. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ക്രാബ്, അതുപോലെ തന്നെ ക്ലിപ്പ്, പൊട്ട്, ചെറിയ ചെറിയ ഐറ്റംസ് അങ്ങനത്തെ വാങ്ങാം. പിന്നെ അമ്മയ്ക്ക് ഒരു ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോയി. ഞങ്ങൾ പോയ സമയം ഒന്ന് ആലോചിച്ച് നോക്കും. ഞങ്ങൾ എവിടെ ഇറങ്ങിയാലും ഇങ്ങനെ തന്നെ മഴ. കാറൊന്ന് പാർക്ക് ചെയ്യുക, എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ അവിടുന്ന് പിന്നെ നടക്കണം, കുടയും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ നിന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ ഒരു കടയൊക്കെ കയറിയിട്ട്, ഈ കടയിൽ നിന്ന് അപ്പൂട്ടിന് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല പറഞ്ഞു. അങ്ങോട്ട് എന്തോ വേണ്ടാതെ ഇങ്ങനെ വെച്ച പോലെ ഓരോന്നിങ്ങനെ വെച്ചിരിക്കുക. ചിലപ്പോൾ ആരും ഇല്ല കടയിൽ കേട്ടോ. പിന്നെ നമ്മളെ കണ്ടുകൊണ്ടാണോന്ന് അറിയില്ല, ടോപ്പിന് 500 വില, ഈ കുഞ്ഞ ടോപ്പിന്. വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കണ്ടോ, നല്ല മഴയാണേ. ഇത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എന്തൊക്കെ വാങ്ങണം എന്നിങ്ങനെ ആലോചിക്കുകയാണ് അവൻ. പിന്നെ എന്നിട്ട് ഞങ്ങളിതാ ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ ഓരോ കടകളാണ്, ഡ്രസ്സിൻ്റെ ആണെങ്കിലും കോസ്മെറ്റിക്സിൻ്റെ ആണെങ്കിലും എല്ലാറ്റിനും അങ്ങനെ ഓരോരോ കടകളുണ്ട്. പിന്നെ ഞങ്ങൾ കയറിയിടുന്നത് ഈ കടയ്ക്കാണ്. അപ്പോൾ ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് കയറണം എന്ന് പറഞ്ഞു കേട്ടോ. മഴയല്ലേ, ചളിയാവും വിചാരിച്ചിട്ടായിരിക്കാം. ഞങ്ങൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് കയറി. ഇങ്ങനെ ടോപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അവസാനം ഞാൻ അതിന് നോക്കി ഒരു ടോപ്പ് എടുത്തു. അപ്പോൾ സൈസ് കൂടുതലാണത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മോട് വിളിച്ചിട്ട് ഷേപ്പാക്കിയാൽ മതി, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് കുറച്ച് ക്രാബും അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ ഒരു കടയ്ക്ക് കയറി. ആ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളെ വാങ്ങിയുള്ളൂ കേട്ടോ. എനിക്ക് വലിയ സെലക്ഷൻ തോന്നിയില്ല. പിന്നീട് ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ മഴ കാരണം നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ആസ്വദിച്ച് നടക്കാനും പറ്റില്ല. മഴ നനഞ്ഞ വല്ല അസുഖം വന്നാൽ പിന്നെ പണിയാവുമല്ലോ, നാട്ടിലേക്ക് പോകാൻ നിൽക്കേണ്ട ടൈമും ആണല്ലോ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത് വെച്ചാൽ മഴ മാറുന്ന ടൈം നോക്കിയിട്ട് ഇങ്ങനെ നടക്കും, അതുവരെ അവിടെ നിൽക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴ അങ്ങോട്ട് പെയ്തില്ല ഞങ്ങൾ ആ പോണ ടൈം. പിന്നെ മഴ കുറഞ്ഞ് വന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഞങ്ങൾ ഇപ്പോൾ ആദ്യം ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് വള്ളിയും അതുപോലെ തന്നെ ബേബിക്ക് വേണ്ടിയിട്ട് ക്രാബും അങ്ങനത്തെ എന്തോ വാങ്ങിയിട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തിരുപ്പതിക്ക് വിട്ടാലോ എന്ന്. തിരുപ്പതിയിലാണ് അടിപൊളിയായിട്ട്, തിരുപ്പതി സ്ട്രീറ്റ് ഷോപ്പിംഗ് നല്ലോണ്ട് കേട്ടോ. എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പം മഴ കാരണം എന്നാൽ തിരക്കില്ലാത്തതുകൊണ്ട് സുഖമായി കേട്ടോ. ചില സമയത്ത് അവിടെയൊന്നും നിൽക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും ആ സ്ഥലങ്ങളിലൊക്കെ. മഴ കാരണം ഇപ്പോൾ ആൾക്കാർ അധികം അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് എല്ലാം മൂടി വെച്ചിരിക്കുകയാണ് മഴ കാരണം. അപ്പോൾ തിരുപ്പതിക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആ പ്ലാൻ മാറ്റി. അപ്പോൾ ആദ്യം ഈ കടയിലാണ് കേട്ടോ കയറിയിട്ട്. എന്നിട്ട് ഞാൻ ഈ 2 വള വാങ്ങി. എപ്പോഴും ഇല്ലല്ലോ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ വാങ്ങുള്ളൂ. പിന്നെ ബേബിക്ക് ഇങ്ങനെ സ്കൂളിലേക്ക് ഇടാനും അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടാനും ചെറിയ ക്രാബോ അങ്ങനെ ക്ലിപ്പോ അങ്ങനെ എന്തോ വേണം പറഞ്ഞപ്പോൾ അതും വാങ്ങിയിട്ടോ. എന്തൊക്കെയോ വാങ്ങുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും. പിന്നെ എനിക്ക് അവിടെ ക്രാബൊന്നും അവിടുത്തെ അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഇങ്ങനെ കുട്ടികളുടെ ഈ സാധനമൊക്കെ നല്ല രസമായിട്ട് തോന്നി. റബ്ബർ ബാൻഡ് പോലത്തെ, അങ്ങനെ ഹെയർ ബാൻഡ് പോലത്തെ ഒക്കെ സംഭവമാണ് കേട്ടോ ഇത്. അങ്ങനത്തെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട് അവളും അപ്പൂട്ടനും കൂടിയിട്ടാണ് ആ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തായിരുന്നു. അതിനൊന്നും അധികം വില ഇല്ല കേട്ടോ, 5 രൂപ 10 രൂപ അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഇവിടെ ഉള്ള ഈ ഒരു കടയ്ക്കിടെ. ഞങ്ങൾ ആദ്യം വന്നത് ഈ കടയൊക്കെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഇവിടെ ആന്ധ്രയ്ക്ക് ഞങ്ങൾ വന്നപ്പോൾ ഈ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കിഷ്ടമായി, ഒരുപാട് സാധനങ്ങളുണ്ട്, എല്ലാം അവിടെ ഉണ്ട്. 5, 10, 15, 20, 25, 30, 35 അങ്ങനെ നീളും കേട്ടോ വില ഓരോന്നിൻ്റെ. ഈ ക്യൂടെക്സ് ചെറുതിന് 40 രൂപ. അപ്പോൾ പിന്നെ ഞാൻ വേണ്ട പറഞ്ഞു കേട്ടോ. 40 രൂപയാണ് പറഞ്ഞപ്പോഴേക്ക് വേണ്ടാന്ന് തോന്നി. ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് നഷ്ടം പോലെ തോന്നി. ആ 40 രൂപയ്ക്കാണ് ചെറിയ ക്യൂടെക്സ്. അപ്പോൾ ഇങ്ങനത്തെ ബണ്ണ് ക്രാബൊക്കെ ഞാൻ ഇവിടുന്ന് കുറച്ച് വാങ്ങിയിട്ടോ. എപ്പോഴും നമ്മൾ പുറത്ത് പോയി അങ്ങനെ ഓരോന്നും വാങ്ങില്ലല്ലോ. പിന്നെ ഇങ്ങോട്ടൊന്നും നമ്മളിനി വരില്ലല്ലോ, കാരണം അപ്പൂട്ടനെ ഞാൻ എങ്ങടാ മാറ്റുന്ന എനിക്കറിയില്ല. അപ്പോൾ പിന്നെ നമ്മളിനി ആന്ധ്രയ്ക്ക് വരില്ലല്ലോ. ഒന്ന് പോയി ഒഴിക്കൂ. ഇതിനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാട്ടോ മൂത്രമൊഴിക്കാൻ മുട്ടിയത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്നാൽ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള മഹി, മീന, ഷണ്ണു, അതുപോലെ തന്നെ മീനയുടെ സിസ്റ്റർക്കും ഒരു ക്രാബ്, 2 ക്രാബ്, ഒരു കമ്മൽ മഹിക്കും ഷണ്ണുവിനൊരു ബോൾ വാങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് കിട്ടിയ ഒരു നല്ല അയൽവാസികളാണ് കേട്ടോ അവർ. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളൊരു 8 മണി ആകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. കുറച്ച് പൊട്ട്, അങ്ങനത്തെ കോസ്മെറ്റിക്സ് ഐറ്റംസ്, അതുപോലെ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും വഴി ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങി. അപ്പൂട്ടനെ പൊറോട്ടയും വാങ്ങി കേട്ടോ. ഇവിടുന്ന് ആദ്യമായിട്ടാണ് അപ്പൂട്ടൻ പൊറോട്ട കഴിക്കുന്നത്. പൊറോട്ട തന്നല്ല കേട്ടോ, ചിക്കൻ അടിപൊളിയാണ്, ചിക്കൻ കറി. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്.